നല്ല ടേസ്റ്റുള്ളൊരു മാംഗോ ചിയ പുഡിങ്ങാണിത്. അത് ഞാൻ ഷുഗർ ഒന്നും ഇട്ടിട്ടില്ല. അപ്പോൾ അതേ നമ്മുടെ ചിയ പുഡിങ് ഫ്രിഡ്ജിൽ 1 മണിക്കൂർ ഇരുന്നു. ഇനി ഞാനത് പുറത്തെടുക്കുവാണ്. നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള മാംഗോ ചിയ പുഡിങ്. ഇതിൻ്റെ ലെയർ കണ്ടോ? ഷുഗർ ആഡ് ചെയ്തിട്ടില്ല, മാംഗോയുടെ സ്വീറ്റ്നെസ് മാത്രമേ ഉള്ളൂ. ഹലോ ഗായ്സ്, ഇന്ന് ഞാൻ വെരി ഈസി ആയിട്ടുള്ള ഒരു മാംഗോ ചിയ പുഡിംഗ് ആണ് ഉണ്ടാക്കുന്നത്. ഇത് ഞങ്ങളിവിടെ കോസ്കോയിൽ പോയപ്പോൾ മേടിച്ച മാങ്ങ ആണ്. നല്ല മധുരമൊക്കെയുള്ള മാങ്ങ. ഞാൻ ഒരെണ്ണം ഇന്നലെ കഴിച്ചായിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഈ മാങ്ങ വെച്ചിട്ട് ഒരു മാങ്ങ എടുത്തിട്ട് ഞാനൊരു ചിയ പുഡിംഗ് ഉണ്ടാക്കുവാണ്. അത് ഹെൽത്തിയാണ്, മധുരമൊന്നും ഇടുന്നില്ല, ഷുഗർ ഒന്നും ആഡ് ചെയ്യുന്നില്ല. അപ്പം അതെങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് കാണിച്ചു തരാം. 3 ഇൻഗ്രീഡിയൻസ് മാത്രമാണ് ഈ മാംഗോ പുഡിങ്ങിലുള്ളൂ. ഒരു മാങ്ങ, യോഗട്ട്, ചിയ സീഡ്. ഇത് 3 വെച്ചാണ് ഞാൻ ഈ പുഡിംഗ് ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റുള്ള പുഡിംഗാണ്. അപ്പോൾ ഞാനത് പെട്ടെന്ന് തന്നെ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ യോഗട്ട് 1 കപ്പാണ് എടുത്തിട്ട് ഈ കപ്പിലേക്ക് 1 കപ്പ് യോഗട്ട് എടുത്തിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചിയ സീഡ് മിക്സ് ചെയ്ത് വെക്കണം. എന്നാലാണ് അത് പെട്ടെന്ന് തന്നെ സോക്കായി നമുക്ക് അവസാനം അത് എടുക്കുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചിയ സീഡ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ചിയ സീഡിനെ ഒന്ന് സോക്ക് ചെയ്യാനുള്ള ടൈം വേണം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇത് നന്നായിട്ടൊക്കെ മിക്സ് ചെയ്യാൻ പോവുകയാണ്. ഈ ചിയ സീഡ് ഈ യോഗട്ടിൽ എല്ലാ ഭാഗത്തും ഒരുപോലെ ആയിട്ട് കുറച്ച് നേരം ഇരിക്കുമ്പോൾ അത് നന്നായിട്ട് സോക്കായി ചിയ സീഡ് വീർത്ത് വരും. അപ്പോൾ അതവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കട്ടെ. അതിന് ഈ സമയത്ത് ഇനി നമുക്ക് നമ്മുടെ മാങ്ങയൊക്കെ കട്ട് ചെയ്ത് കൊണ്ടുവരാം. ഇതിവിടെ ഇങ്ങനെ റെസ്റ്റ് എടുത്ത് ഇരിക്കട്ടെ. ഇതിപ്പോൾ നമ്മുടെ മാങ്ങ നല്ല അടിപൊളി മാങ്ങയാണ്. ഞാനിതിനെ കട്ട് ചെയ്യട്ടെ. കുറച്ച് മാങ്ങ നമ്മൾ മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. കുറച്ച് നമ്മൾ കട്ട് ചെയ്ത് ക്യൂബ് പോലെ എടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ഈ മാങ്ങ ഇത്രയും ഞാൻ മിക്സിയിൽ അരച്ചുകൊണ്ട് വരാൻ പോവുകയാണ്. ഇത് രണ്ടും ഞാൻ ഇനി ചെറുതായിട്ട് കട്ട് ചെയ്ത് നമ്മുടെ പുഡിങ്ങിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ അതേ ഈ ചെറിയ ബൗളിൽ ഞാനിത് നന്നായിട്ടൊന്ന് അരയ്ക്കുവാണ്. വെള്ളമൊന്നും ഒഴിക്കണ്ട. അപ്പോൾ അതിങ്ങനെ നല്ല പേസ്റ്റ് പോലെ അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. വെറുതെ 2-3 പ്രാവശ്യം ഒന്ന് അരച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് അരച്ചാൽ ഇതിങ്ങനെ കിട്ടും നമുക്ക്. ഈ ചിയ സീഡ് സോക്ക് ചെയ്യാൻ വെച്ചേക്കുന്നത് നല്ല രീതിയിൽ ഒന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അത് കട്ട പിടിച്ചിരിക്കും പല സ്ഥലത്തും. അപ്പോൾ ഒന്നുകൂടെ ഇടയ്ക്ക് നമ്മളിത് മാങ്ങ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് ഇടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ഇത് പതുക്കെ സോക്കായി വരുന്നുണ്ട്. മാങ്ങ അരച്ചത് ഇതുപോലെ ഇങ്ങനെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി എനിക്ക് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാനുള്ള മാങ്ങയുടെ ചെറിയ ക്യൂബ്സ് കട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ ഇത് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ചെറിയ ക്യൂബ്സ് ആയിട്ടാണ് കട്ട് ചെയ്യുന്നത്. മാങ്ങയൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റട്ടെ. ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡിയായി. ഞാൻ ഇത് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കുവാണ്. ചിയ സീഡ് കുറച്ചുകൂടെ ഒന്ന് സോക്ക് ചെയ്യട്ടെ. ഇനി ഇതെല്ലാം ഒന്ന് ലെയർ ചെയ്ത് എടുക്കണം. അപ്പോൾ ഈ പാത്രത്തിലാണ് ഞാനിത് സെറ്റ് ചെയ്യുന്നത്. ആദ്യം തന്നെ നമ്മൾ ചിയ സീഡിൻ്റെ യോഗട്ടിൻ്റെ മിക്സ്ചറ്, ചിയ സീഡും യോഗട്ടുമായിട്ടുള്ള സോക്ക് ചെയ്തിരിക്കുന്ന യോഗട്ട് ഫസ്റ്റ് ലെയറിലായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഇനി അടുത്തതായിട്ട് മാംഗോ പ്യൂരി ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. പയ്യെ ഒന്ന് ഇങ്ങനെയൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ സെക്കൻഡ് ലെയർ. ഇനി അടുത്ത ലെയർ, ഒരു ലെയറും കൂടെ യോഗട്ട് ഇട്ട് കൊടുക്കുവാണ്.
ചിയാ സീഡൊക്കെ നന്നായിട്ട് സോക്കായിട്ടുണ്ട്. ഇതിങ്ങനെ ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുവാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മാംഗോ പുഡിങ്ങാണിത്. ഇതിൽ മാംഗോയുടെ സ്വീറ്റ്നെസ് മാത്രമേ ഉള്ളൂ, വേറെ ഒരു ആർട്ടിഫിഷ്യൽ ഷുഗർ ഒന്നുമില്ല. ഒരു മധുരത്തിന് മാത്രം, നമ്മുടെ മാംഗോയുടെ മധുരം മാത്രമേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ മാംഗോ നല്ല മധുരമുള്ള ഒരു ഫ്രൂട്ടാണ്. അതിലൊത്തിരി നാച്ചുറൽ ഷുഗറുണ്ട്. അതുപോലെ തന്നെ ഒത്തിരി ഫൈബറും ഉള്ള ഒരു ഫ്രൂട്ടാണ്. ഒത്തിരി നല്ലതാണ് മാംഗോ. ഇപ്പം നമ്മുടെ പുഡിങ്ങിൻ്റെ 3 ലെയർ കണ്ടോ. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ മാംഗോ ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇപ്പോൾ മാംഗോയുടെ സീസണാണല്ലോ, അപ്പം ഇങ്ങനെ ഒരു പുഡിങ് ഉണ്ടാക്കിയാൽ അത് നല്ല ഹെൽത്തിയാണ്. അപ്പോൾ ഇതെല്ലായിടത്തും ഒന്ന് ആക്കട്ടെ. ഷുഗർ വേണമെന്നുള്ളവർ കുറച്ച് ഷുഗറൊക്കെ ഇട്ട് കൊടുത്തോട്ടോ. ഞാനിത് ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കണതാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ഷുഗർ ഇടാത്തത്. അപ്പോൾ ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുത്ത് കഴിയുമ്പം നമുക്കിത് കഴിക്കാം. നല്ല ടേസ്റ്റുള്ളൊരു മാംഗോ ചിയ പുഡിങ്ങാണ്. കുറച്ച് സൺഫ്ലവർ സീഡാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് കഴിക്കുമ്പോൾ ഇടയ്ക്ക് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല രുചിയാണ്. സൺഫ്ലവർ സീഡ് ഒത്തിരി നല്ല ബെനിഫിറ്റ്സ് ഉള്ള ഒരു സീഡാണ്. നമ്മുടെ അടിപൊളി മാംഗോ ചിയ പുഡിങ് റെഡി ആയിട്ടുണ്ട്. ഇത് യോഗട്ട് കൊണ്ടാണ് ഉണ്ടാക്കിയേക്കുന്നത്. യോഗട്ട് ആയതുകൊണ്ട് ഇത് റിച്ച് ഇൻ പ്രോട്ടീനാണ്, നല്ല ഹെൽത്തിയാണ്. ഇവിടെ മാംഗോ ചിയ പുഡിങ് ഞാൻ ഫ്രിഡ്ജിൽ വെക്കാൻ പോവുകയാണ്. ഇത് ഞാൻ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്യുവാണ്. എന്നിട്ടത് ഇങ്ങനെ എടുത്താൽ ഇതാണ് നമ്മുടെ മാംഗോ ചിയ പുഡിങ്. ഫ്രിഡ്ജിൽ ഇരുന്ന് ഓവർനൈറ്റായിട്ട് തണുത്തതിന് ശേഷമാണ് ഞാനിപ്പോൾ കട്ട് ചെയ്യുന്നത്. നല്ല അടിപൊളിയാട്ടോ. അതേ കണ്ടോ, നല്ല സൂപ്പറാട്ടോ. ചിയ സീഡും യോഗട്ടും പിന്നെ നമ്മുടെ മാങ്ങ കുഞ്ഞതായിട്ട് കട്ട് ചെയ്തിട്ടേക്കണത്, അതുകൂടാതെ സൺഫ്ലവർ സീഡ് അത് കടിക്കാൻ കിട്ടുന്നുണ്ട്. ഇതിന് ഷുഗർ നാടേണ്ട ഒരു ആവശ്യമില്ല, നല്ല മധുരമുണ്ട്. അപ്പം എല്ലാവരും ഈ ഡെസേർട്ട് ഒന്ന് പരീക്ഷിക്കണം, അടിപൊളിയാണ്. ഷുഗർ ഉള്ളവർക്കും കഴിക്കാവുന്നതാണ്. ഇത് ഒത്തിരി പഴുത്ത മാങ്ങയല്ല, ഒരു മീഡിയം പഴുപ്പുള്ള മാങ്ങയാണത്. ഒത്തിരി ഷുഗർ അതിൻ്റെ അകത്ത് ഇല്ല ആക്ച്വലി. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു ഇൻ അനദർ വീഡിയോ. ബൈ.